ഹലോ ഗായ്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നേ ഗാർലിക് സാൻഡ്വിച്ച് ചോക്ലേറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ആണെങ്കിൽ ടിഫിനകത്ത് കൊടുത്തു വിടാൻ പറ്റിയ നല്ല ഹെൽത്തി സ്നാക്സ് റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് പരിപ്പോ അരിയോ ഒന്നും കുതിർത്തേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അത് ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തോ എങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1.5 കപ്പ് റവ ഏതെങ്കിലും ഒരു കപ്പോ കട്ടോരി അളവിനെടുക്കണം. ആ അളവ് തന്നെ നമുക്ക് വേണം മുന്നോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ 250 ml കപ്പാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് 1.5 കപ്പ് ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ തൈര് ഇല്ലെങ്കിൽ മോരുണ്ടെങ്കിൽ അതാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. 2 കപ്പ് മോര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 10 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വീർത്ത് വന്നിട്ടുണ്ട് റവയൊക്കെ. ഇത് നമുക്ക് എന്താണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം, 1.5 ടീസ്പൂൺ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ബാറ്റർ ഇച്ചിരി തിക്കായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു. നമുക്ക് ഇഡ്ഡലി ബാറ്ററൊക്കെ ഇല്ലേ, അതനുസരിച്ച് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് അഥവാ ഇത് സാധനം വെച്ചാലും ഡോക്കള നമ്മൾ കുറച്ച് ബാക്കി വന്ന് നമുക്ക് ഇരുന്നാലും നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ എണ്ണ അതിനകത്ത് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ പീനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഏതാ ഉള്ളത് സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് 3 ഭാഗമായിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ആണെങ്കിൽ 3ാമത്തെ ഭാഗം നമുക്കാണെങ്കിൽ ഇച്ചിരി കുറച്ച് 1 തവി മാത്രം മതി. ബാക്കി 2 ബൗളിൽ ഞാൻ 3 തവി വീതം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 തവി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കത്തേക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഏറ്റവും ആദ്യം നമുക്ക് സ്റ്റീമർ ചൂടാക്കാനായി വെക്കുക. സ്റ്റീമർ ചൂടായതിന് ശേഷമേ നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാവാനായിട്ട്. ചൂടായി കഴിഞ്ഞ ശേഷം നമുക്ക് ഏതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ബാറ്റർ നമ്മൾ ഏതാ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ഈനോ ഇട്ട് കൊടുക്കാം. ഈനോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതിൻ്റെ പകരം 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ബേക്കിംഗ് സോഡ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഈനോ ഇടുവാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണെങ്കിൽ ഈനോ ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഉടനെ തന്നെ സ്റ്റീം ചെയ്യാൻ വെക്കണം. നമുക്ക് പുറത്തുതന്നെ വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്കത് താന്നു പോവും. അത് കാരണം കൊണ്ട് പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതായത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റത്തേക്ക് 5-6 മിനിറ്റിന് സമയം പിടിക്കത്തേ ഉള്ളൂ. 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കും നമ്മുടെ കൈ ക്ലീൻ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയിൽ കുത്തി നോക്കിയാൽ മതി. ക്ലീനായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റഫിങ്ങിന് വേണ്ടിയുള്ളത് നമുക്കൊരു 10 വെളുത്തുള്ളി അല്ലിയ എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വലുതായ കൊണ്ടാണ് 10 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 10-15 വരെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ച് നന്നായിട്ട് പേസ്റ്റ് പാകത്തിനാക്കി എടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് 1.5 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് എരിവൊന്നും ഇല്ലാത്തേ കേട്ടോ. എരിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമ്മൾ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് പേസ്റ്റ് പാകത്തിന് ഇതാക്കിയെടുക്കാം. ഇതിനകത്ത് നമുക്കാണെങ്കിൽ ഇത് നമ്മൾ 1 തവി മാവ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് എത്ര പേസ്റ്റ് നമ്മൾ റെഡിയാക്കിയെന്ന് വെച്ചാൽ അത് ഇതിന് വേണ്ടിയുള്ളത് തന്നെയാണ് കേട്ടോ. അത് മുഴുവൻ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും കളറൊന്നും ഇല്ലെന്ന്. കളറൊക്കെ നമ്മൾ വെന്ത് വരും പാകത്തിന് കളറായി വരും കേട്ടോ. അങ്ങനത്തെ ഒന്നും ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇച്ചിരി കൂടി മാർക്കറ്റിൽ കിട്ടുന്ന കൂട്ട് ഇച്ചിരി കൂടി എക്സ്ട്രാ ഫുഡ് കളർ വേണമെന്നുണ്ട്, ഇങ്ങനെ റെഡ് കളർ വേണമെങ്കിൽ ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവാണ് നമുക്ക് കുറച്ചല്ല ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇതിനോട് ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ഉടനെ നല്ല എൻ്റെ കൈ തൊട്ട് നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് മാവ് ഞാൻ മുഴുവൻ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പകരം സോഡ ഇടുവാണെങ്കിൽ 1/4 ടീസ്പൂണിനെക്കാട്ടി പകുതി അത്ര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ ഇടുവാണെങ്കിൽ ഞാനിപ്പോൾ ഈനോ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കാം. ടോട്ടൽ നമുക്ക് ഈനോ ആണെങ്കിൽ 1.25 ടീസ്പൂൺ ഈനോയുടെ ആവശ്യമുണ്ട്. അപ്പം അത്രയും വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ആവാറായിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കത് അടുത്ത് നമ്മൾ ബാച്ച് ലാസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നില്ലായിരുന്നോ, അതിനകത്ത് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈനോ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഡയറക്ഷൻ തന്നെ മിക്സ് ആക്കിയതിന് ശേഷം ഉടനെ തന്നെ നമുക്കിതാണെങ്കിൽ സ്റ്റീം ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ച് കൊടുക്കാതെ ഇതുപോലെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. വെന്ത് പാകത്തിനായതിന് ക്ലീൻ നമ്മൾ കൈ തൊട്ട് നോക്കണേ. ഒട്ടുന്നിലും നിറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിനകത്ത് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം മിക്സായി പോവും. ഈ കളർ ഇതുപോലെ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലായിടും ഒരുപോലെ ഞാക്കി എടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒരു 15 മിനിറ്റത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇത് ഹൈ ഫ്ലെയിമിലായി 15 മിനിറ്റ് ആയി കഴിയുമ്പോൾ തുറന്ന് പിച്ചാത്തിയോ വല്ല ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ടെന്ന് നോക്കണം. നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
നമ്മുടെ ഡോക്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡോക്ല മുഴുവൻ റെഡി ആയിട്ടില്ല കേട്ടോ. ഇനി ചെയ്ത് ഒരു തടക്കൊക്കെ റെഡിയാക്കാനായിട്ട് ബാക്കിയാണ്. തണുത്തതിന് ശേഷം നമുക്ക് ചെറുതോ വലുതോ എങ്ങനെ ആ പീസ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുറിക്കുക. നമുക്കാണെങ്കിൽ ഒരു തടക്കാ പാനിനകത്തോട്ട് നമുക്കാണെങ്കിൽ പീനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങൾ സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ 1 ടീസ്പൂൺ നമുക്ക് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊക്കെ മുളക് കടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് നടുകെ കീറി അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തടുക്കാതിൻ്റെ മേളിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്ര സിമ്പിളായല്ലേ, നല്ല പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി സ്നാക്സ് റെസിപ്പി ഏതും മക്കൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഗാർലിക് സാൻഡ്വിച്ച് ഡോക്ല നമുക്ക് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.